So, guten Tag, liebe Freunde. Wieder herzlich willkommen zu dem Sprachprogramm von D-Sales. I welcome you all to the German language program of the D-Sales Institute. Heute befassen wir uns mit 8 Verben. Today, we are going to deal with 8 verbs. ഇന്ന് നമ്മൾ 8 ക്രിയകൾ എന്താണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്വസേറ്റീവ് എന്താണ്, ഡാറ്റീവ് എന്താണ് എന്നൊക്കെ വളരെ വിസ്തരിച്ചു പറഞ്ഞു. ഇനി ഈ അക്വസേറ്റീവും ഡാറ്റീവും ആയി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു 8 വെർബ്സാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഈ വെർബ്സ് ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. സ്റ്റെല്ലൻ, ലേഗൻ, സെറ്റ്സൻ, stecken, stehen, liegen, sitzen, stecken. Stellen, stehen, legen, liegen, setzen, sitzen, stecken, stecken. Wir haben hier 4 Verben. നമുക്കിവിടെ 4 verbs ഉണ്ട്. ഈ 4 വെർബ്സും നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും അക്വസേറ്റീവിൻ്റെ ഒപ്പമായിരിക്കും. ഐ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ് ലേറ്റർ. സ്റ്റേയൻ, ലീഗൻ, സിറ്റ്സൻ, സ്റ്റെക്കൻ, ഈ 4 വെർബ്സും എല്ലായ്പ്പോഴും ഡാറ്റീവിൻ്റെ ഒപ്പം ആയിരിക്കും. ആക്ഷനെ കാട്ടുന്ന വെർബായതുകൊണ്ട് ദാറ്റ് ഈസ് ഓൾസോ ഇൻ ദ അക്വസേറ്റീവ് കേസ്. ഫോർ എക്സാമ്പിൾ നോക്കൂ, എൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഞാൻ മേശപ്പുറത്തേക്ക് വയ്ക്കുന്നു. ഐ പ്ലേസ് ദ ബുക്ക് ഓൺ ദ ടേബിൾ. അതിലൊരു ആക്ഷനാണ്. അപ്പോൾ ആക്ഷൻ ആയത് കാരണം അത് അക്വസേറ്റീവ് കേസിലാണ്. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെ വരും? ഇഷ് ലേഗ ദസ് ബുക്ക് ഔഫ് den Tisch. ഞാൻ പുസ്തകം മേശപ്പുറത്തേക്ക് വയ്ക്കുന്നു. ലേഗൻ, ടു പ്ലേസ്. സോ ലേഗൻ എന്നുള്ള വെർബ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഉടനെ എന്ത് പറഞ്ഞോളണം? ആ ലേഗൻ ഈസ് കണക്റ്റഡ് വിത്ത് എൻ ആക്ഷൻ. ആക്ഷൻ ആയത് കാരണം അത് അക്വസേറ്റീവ് കേസിലായിരിക്കും. ഏതായിരിക്കും അക്വസേറ്റീവ് കേസ്? അത് കഴിഞ്ഞിട്ട് വരുന്ന നൗണിൻ്റെ മുമ്പിലത്തെ ആർട്ടിക്കിൾ. സോ നൗ ലിസൺ. ഇഷ് ലേഗ ദസ് ബുക്ക് ഔഫ് den Tisch. ഞാൻ പുസ്തകം മേശപ്പുറത്തേക്ക് വയ്ക്കും. ഇനി ഞാൻ പുസ്തകം മേശപ്പുറത്തേക്ക് വെച്ചു. അപ്പോൾ ഇപ്പോൾ ആ പുസ്തകം മേശപ്പുറത്താണ്. മേശപ്പുറത്തിങ്ങനെ ഇരിക്കുക. So there is absolutely no action involved here. That is a position. ആ പുസ്തകം മേശപ്പുറത്ത് അങ്ങനെ ഇരിക്കുകയാണ്, ഒരു ആക്ഷനും ഇല്ല. അപ്പോൾ ആ പൊസിഷനെ കാട്ടാൻ വേണ്ടിയിട്ടുള്ള വെർബാണ് ലീഗൻ, ടു ലൈ. സ്ഥിതി ചെയ്യുന്നു, കിടക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്തു പറ്റും? അപ്പോൾ ലീഗൻ ഈസ് എ വെർബ്. ലീഗൻ എപ്പോഴും എന്താണ് കാട്ടുക? ഒരു പൊസിഷൻ. ആ പൊസിഷൻ കാട്ടണമെങ്കിൽ എന്ത് കേസ് വേണം? ഡാറ്റീവ് കേസ് വേണം. അപ്പം നമ്മൾ പറയും ദസ് ബുക്ക് ലീഗ്ഡ് ഔഫ് dem Tisch. dem എന്നുള്ളത് ഡാറ്റീവാണ്, den എന്നുള്ളത് അക്വസേറ്റീവാണ്. സോ ദസ് ബുക്ക് ലീഗ്ഡ് ഔഫ് den Tisch. പുസ്തകം മേശപ്പുറത്ത് കിടക്കുന്നു. ആക്ഷനില്ല, പൊസിഷൻ മാത്രമാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ലേഗ് എന്ന് കേട്ടാൽ ഉടനെ ആക്ഷൻ അക്വസേറ്റീവ്,
ലീഗൻ എന്ന് കേട്ടാൽ ഉടനെ പൊസിഷൻ ഡാറ്റീവ്. ദാറ്റ്സ് എ വേ യു ഹാവ് ടു ലേൺ ഇറ്റ്. ലേഗൻ ആക്ഷൻ അക്വസറ്റീവ്, ലീഗൻ പൊസിറ്റ്യോൺ ഡാറ്റീവ്. അതാണ് അതിൻ്റെ റൂള്. ഇവിടുത്തെ ചോദ്യം എന്തായിരിക്കും? ഞാൻ എവിടേക്കാണ് പുസ്തകം വയ്ക്കുന്നത്? വോഹിൻ ലേഗ ഇഷ് ദാസ് ബുക്ക്. ഞാൻ പുസ്തകം എവിടേക്കാണ് വയ്ക്കുന്നത്? ഇഷ് ലേഗ ദാസ് ബുക്ക് ഔഫ് ദേൻ ടിഷ്. ഞാൻ മേശപ്പുറത്തേക്ക് ഞാൻ വയ്ക്കുന്നു. ഇവിടുത്തെ ചോദ്യം എന്തായിരിക്കും? വോ ലീഗ് ദാസ് ബുക്ക്. പുസ്തകം എവിടെ കിടക്കുന്നു? മേശപ്പുറത്ത്. അപ്പോൾ ദാസ് ബുക്ക് ലീക്ഡ് ഔഫ് ദേം ടിഷ്. ഇത് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത കാര്യമാണ്. മലയാളത്തിലെ പോലെ തന്നെ മേശപ്പുറത്തേക്ക് ആക്ഷൻ, മേശപ്പുറത്ത് പൊസിഷൻ. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അപ്പോൾ ഡാറ്റീവ് കാട്ടാനായിട്ട് ലീഗനും ആക്ഷൻ കാട്ടാൻ വേണ്ടിയിട്ട് ലേഖനും. അപ്പോൾ 3 കാര്യം നിങ്ങൾ ഓർക്കണം. ലേഖൻ എന്നുള്ള വെർബ് ആക്ഷനാണ്, അക്വസറ്റീവാണ്. ചോദ്യം എന്താണ്? വോഹിൻ. ലീഗൻ എന്നുള്ള വെർബ് പൊസിഷനാണ്, ഡാറ്റീവാണ്. ചോദ്യം എന്താണ്? വോ. ലേഗൻ ആക്ഷൻ അക്വസറ്റീവ് വോഹിൻ, ലീഗൻ പൊസിറ്റ്യോൺ ഡാറ്റീവ് വോ. ഇതാണ് ലേഗൻ ലീഗൻ. ഒരു വെർബ് ആക്ഷനെ കാട്ടുന്നു, ഒരു വെർബ് പൊസിഷനെ കാട്ടുന്നു. ഇതുപോലെ തന്നെയാണ് സ്റ്റേയൻ ആൻഡ് സ്റ്റെല്ലൻ. ഒരു കാര്യം കൂടി ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഞാൻ പുസ്തകം മേശപ്പുറത്തേക്ക് വയ്ക്കുന്നു, പുസ്തകം മേശപ്പുറത്ത് കിടക്കുന്നു എന്ന് പറയുമ്പോൾ ആ പുസ്തകം എങ്ങനെയാണ് കിടക്കുന്നത്? ഹൊറിസോണ്ടൽ പൊസിഷനാണ്. പക്ഷെ സ്റ്റെല്ലൻ എന്ന് പറയുമ്പോൾ അതൊരു വെർട്ടിക്കൽ പൊസിഷനാണ്. ഞാനൊരു കുപ്പി, ich nehme eine Flasche, ich stelle die Flasche auf den Tisch. ഞാൻ ആ കുപ്പി മേശപ്പുറത്തേക്ക് വയ്ക്കുന്നു. സ്റ്റെല്ലൻ ഇങ്ങനെയാണ്, ലേഖൻ ഇങ്ങനെ. അതാണ് സ്റ്റെല്ലനും ലേഖനും തമ്മിലുള്ള വ്യത്യാസം. ലേഖൻ ഓൾവേസ് ഷോസ് എ ഹൊറിസോണ്ടൽ പൊസിഷൻ ആൻഡ് സ്റ്റെല്ലൻ ഷോസ് എ വെർട്ടിക്കൽ പൊസിഷൻ. ഇത് തന്നെ നമുക്കൊന്ന് പറയാം. ഈ സ്റ്റെല്ല് ദി ഫ്ലാഷ് ഓഫ് ദ ടിഷ്. ഈ സ്റ്റെല്ല് ദി ഫ്ലാഷ് ഓഫ് ദ ടിഷ്. അത് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റി? ദി ഫ്ലാഷ് സ്റ്റേറ്റ് ഔഫ് dem Tisch. The bottle stands on the table. I am placing the bottle on the table. അപ്പോൾ ഇത് പഠിക്കേണ്ടത് എപ്പോഴും എങ്ങനെയാണ്? ലേഖൻ ലീഗൻ, സ്റ്റെല്ലൻ സ്റ്റേയൻ. ഇതുപോലെ മൂന്നാമത്തൊരു വെർബാണ് സെറ്റ്സൻ സിറ്റ്സൻ. സെറ്റ്സൻ അക്വസറ്റീവ്, ക്വസ്റ്റ്യൻ വോഹിൻ, സിറ്റ്സൻ ഡാറ്റീവ്, ക്വസ്റ്റ്യൻ വോ. എക്സാമ്പിൾ, ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. നോക്കൂ, അമ്മ കുട്ടിയെ കസേരമേലേക്ക് ഇരുത്തുകയാണ്. The mother places the child on the chair. സെറ്റ്സനാണ്, ചോദ്യം ബോഹിനാണ്, കേസ് അക്വസറ്റീവാണ്. അപ്പോൾ എന്ത് വരും? ദി മുട്ടർ setzt das Kind auf
den Stuhl. ഇനി ആ കുട്ടി അപ്പോൾ മേശപ്പുറത്ത് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? The Kind sitzt auf dem Stuhl. The child sits on the table. Sitzen, accusative, wohin. Sitzen, dative, wo. Wohin setzt die Mutter das Kind? അമ്മ കുട്ടിയെ എവിടേക്കാണ് ഇരുത്തുന്നത്? Die Mutter setzt das Kind auf den Tisch. Wo sitzt das Kind? കുട്ടി എവിടെയാണ് ഇരിക്കുന്നത്? Das Kind sitzt auf dem Stuhl. The child sits on the chair. ഇതാണ് സെറ്റ്സനും സിറ്റ്സനും. ഇനി നാലാമത്തെ വെർബ്. ഇതിലെ വ്യത്യാസം എന്താണ്? കഴിഞ്ഞ 3 വെർബ്സും അക്യുസാറ്റീവിലും ഡാറ്റീവിലും വേറെ വേറെ വെർബ്സ് ആയിരുന്നു. ഇത് അക്യുസാറ്റീവിനും ഡാറ്റീവിനും ഒരേ വെർബ് തന്നെയാണ്. സ്റ്റെക്കൻ, ടു ഇൻസർട്ട്. ഇൻസർട്ട്, ഉള്ളിലേക്ക് ചെയ്യുക. ഒരു എക്സാമ്പിൾ കൊണ്ട് ഞാൻ പറയാതെ, Schlüssel, ചാവി, കീ. Ich stecke den Schlüssel in das Schloss. I am putting or inserting the key in the lock. ജർമ്മനിൽ ആരും ഇൻ ദാസ് എന്ന് പറയില്ല. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടേ പറയുള്ളൂ. ഇൻസ് എന്നേ പറയുള്ളൂ. അപ്പോൾ സെൻറ്റൻസ് എന്തായി? Ich stecke den Schlüssel ins Schloss. Action. Accusative. Now, the key is already in the lock. Then what can we say? Der Schlüssel steckt. It is there. The key is stuck in the lock. Stuckന് മാത്രം അക്യുസാറ്റീവ് കേസിലും ഡാറ്റീവ് കേസിലും ചേഞ്ച് ഇല്ല. ബാക്കി 3 വെർബ്സിന് ലേഗൻ, ലീഗൻ, സ്റ്റെല്ലൻ, സ്റ്റേയൻ, സെറ്റ്സൻ, സിറ്റ്സൻ, ബട്ട് സ്റ്റെക്കൻ, സ്റ്റെക്കൻ. അപ്പം നൗ വി ആർ ടോക്കിംഗ് അഗെയിൻ അബൌട്ട് അക്യുസാറ്റീവ് ആൻഡ് ഡാറ്റീവ്. ഈ ക്ലാസ്സിൽ നമ്മൾ അക്യുസാറ്റീവ് ആൻഡ് ഡാറ്റീവിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വെർബ്സ്. 3-4 തരത്തിലുള്ള വെർബ്സ്. ഏതൊക്കെ വെർബ്സ് അക്യുസേറ്റീവായിട്ട് വരും, ഏതൊക്കെ വെർബ്സ് ഡാറ്റീവായിട്ട് വരും. ഇറ്റ് ഈസ് വെരി ഈസി ടു റിമെമ്പർ. ഓർമ്മയിൽ വയ്ക്കാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല. ആക്ഷൻ എവിടെ കാണുന്നോ അത് അക്യുസേറ്റീവ്. പൊസിഷൻ എവിടെ കാണുന്നുവോ അത് ഡാറ്റീവ് ആയിരിക്കും. അതാണ് ഈ വെർബ്സ്. നൗ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ഡു സംതിങ് അബൌട്ട് ദ വെർബ് werden. എന്താണ് ഈ werden എന്നുള്ള വെർബ് എന്താണ് എന്നുള്ളതിനായിരിക്കും നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. വീരസൈൻ, ഫീൽ സ്പാസ്. കേട്ടത് മുഴുവൻ 1-2-3 പ്രാവശ്യം പിന്നെയും കേൾക്കുക. വീരസൈൻ.